മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്തതിൽ കോൺഗ്രസ് നേതാവായ എൻ സുബ്രഹ്മണ്യനെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. ഇപ്പോൾ ചേവായൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ എൻ സുബ്രഹ്മണ്യന് അഭിവാദ്യം അർപ്പിച്ച പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളി നടക്കുന്നുണ്ട്. സുബ്രഹ്മണ്യന്റെ സമൂഹ മാധ്യമം കൈകാര്യം ചെയ്യുന്ന ആളെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ഇംതിയാസ് കരീം വിവരങ്ങളുമായിട്ടുണ്ട്. ഇംതിയാസ്, ആദ്യം കസ്റ്റഡിയിൽ എടുത്തപ്പോഴാണ് വലിയ പ്രതിഷേധം, പിന്നെ ജാമ്യത്തിൽ വിടുന്നു, വീണ്ടും കസ്റ്റഡിയിൽ എടുക്കുന്നു. പോലീസിലും ആ കേസെടുത്ത നിലയ്ക്ക് അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ചേ മതിയാകൂ. എത്ര സമയമായി ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ട്? കൂടുതൽ ആരെങ്കിലും കസ്റ്റഡിയിൽ എടുക്കാനോ അങ്ങനെ എന്തെങ്കിലും പോലീസ് ആലോചിക്കുന്നുണ്ടോ? ദിവിഷ്മണി, അല്പസമയം മുൻപാണ് ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എൻ സുബ്രഹ്മണ്യനെ, ഈ കേസിൽ ഉൾപ്പെട്ട എൻ സുബ്രഹ്മണ്യനെ പോലീസ് സ്റ്റേഷനിലേക്ക് ചോദ്യം ചെയ്യാൻ എത്തിച്ചത്. കോൺഗ്രസ് പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി, അവരുടെ അഭിനന്ദനത്തോടുകൂടിയുള്ള മുദ്രാവാക്യത്തോടു കൂടിയാണ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് നേരത്തെ മൊഴി നൽകി സ്റ്റേറ്റ്മെന്റ് എടുത്ത് വിടുകയായിരുന്നു ചെയ്തത്. എന്നാൽ ഇപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നു. നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ആ മൊബൈൽ ഫോണിലെ ദൃശ്യങ്ങളും ഇപ്പോൾ പോലീസ് പരിശോധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇതൊക്കെ കോൺഗ്രസ് പ്രവർത്തകരാണ്. ഇവരൊക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഒരുമിച്ചുള്ള ഫോട്ടോ, ആ ഫോട്ടോകളൊക്കെ പ്രിന്റ് എടുത്ത് അത് പ്രചരിപ്പിക്കുന്ന, അതല്ലെങ്കിൽ അത് മാധ്യമങ്ങൾക്ക് മുൻപിൽ കാണിക്കുന്നതിന്റെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ വീണ്ടും ഇതൊരു ക്യാമ്പയിനായി ഏറ്റെടുക്കുകയാണോ നിങ്ങൾ? ഇതൊരു ജനങ്ങൾ ഏറ്റെടുത്ത ഒരു ക്യാമ്പയിനാണ്. ഞങ്ങൾ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ബന്ധം അത് കേരളത്തിൽ ഇതിനകം പ്രകടമായി കഴിഞ്ഞു. കാരണം ശ്രീ NS അടക്കമുള്ള ആളുകൾ ഇത്തരം ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ പങ്കുവച്ചതിൻ്റെ പേരിലാണ് ഈ കംപ്ലീറ്റ് പുകിലിവരുണ്ടാക്കിയിരിക്കുന്നത്. സത്യത്തിൽ അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഒരു വീഡിയോ പുറത്തുവിട്ടു. ആ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ പുറത്തുവിട്ട് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും പുറത്തു വരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കലാപാഹ്വാനത്തിനാണ് കേസ്. അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, 2 ഫോട്ടോകൾ അദ്ദേഹം പങ്കുവച്ചിരുന്നു. ആദ്യത്തെ ഫോട്ടോയിൽ ചില പ്രശ്നങ്ങളുണ്ട്, അത് പിൻവലിക്കുന്നു. അത് എന്തുകൊണ്ട് പിൻവലിച്ചു എന്ന കാര്യത്തിലൊന്നും കൃത്യമായ മറുപടി പറയാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല എന്ന കാര്യം കൂടെ നിലനിൽക്കുന്നുണ്ട്. NSന് വളരെ വ്യക്തമായിട്ട് മിനിയാന്ന് തന്നെ അതിൻ്റെ ആൻസർ ചെയ്തിട്ടുണ്ട്. അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് വേറെ ഫോട്ടോ അപ്ലോഡ് ചെയ്തതെന്ന് ബഹുമാന്യനായ ഞങ്ങളുടെ നേതാവ് ശ്രീ എൻ സുബ്രഹ്മണ്യൻ തന്നെ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഇത് അകാരണമായിട്ടുള്ള അറസ്റ്റാണ് മിനിയാന്ന് പോലീസ് ചെയ്തിട്ടുള്ളത്. അകാരണമായ അറസ്റ്റാണ് എന്നാണ് നേരത്തെയൊക്കെ കോൺഗ്രസ് പ്രവർത്തകരടക്കം പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് എൻ സുബ്രഹ്മണ്യന്റെ സോഷ്യൽ മീഡിയ പേജ് കൈകാര്യം ചെയ്യുന്ന ആളെ കൂടെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൊഴി ഇന്ന് അദ്ദേഹമാണ് ആദ്യം ഇവിടെ എത്തിയത്. അദ്ദേഹത്തിന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. കൂടുതൽ നടപടികളിലേക്കൊക്കെ പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.